ഡിസ്കസ് ചെയ്യുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 1.1 ആണ്. അതിലെ സെക്കൻഡ് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, ഈ രണ്ട് ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഓഫ് ഇൻറ്റിജേഴ്സ് ആൻഡ് വെരിഫൈ ദാറ്റ് LCM മൾട്ടിപ്ലൈഡ് വിത്ത് HCF ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ്. അപ്പോൾ തന്നിരിക്കുന്ന രണ്ട് നമ്പറുകളുടെ LCMഉം HCFഉം കണ്ടുപിടിച്ചിട്ട് നമ്മൾ പറഞ്ഞു LCM മൾട്ടിപ്ലൈഡ് വിത്ത് HCF എന്ന് പറയുന്നത് ആ രണ്ട് നമ്പറുകളുടെ പ്രോഡക്റ്റ് ആയിരിക്കും എന്ന് നമ്മളൊന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ തന്നിരിക്കുന്നത് 26 ആൻഡ് 91 ആണ്. അപ്പോൾ 26ന് നമുക്ക് എങ്ങനെ എഴുതാം? 26 എന്ന് പറയുന്നത് 2 × 13 അല്ലേ? 91 എന്ന് പറയുന്നതോ 91ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് 91 എന്ന് പറയുന്നത് നമുക്കിതുപോലെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക 7 × 13 ആണ്. അപ്പോൾ നമുക്ക് ട്രീ മെത്തേഡ് പോലെ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത്രയേ വരുന്നുള്ളൂ. അപ്പോൾ 26ഉം 91ൻ്റെയും പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമ്മളിത് കണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ HCF കാണണം അല്ലേ? HCF എന്ന് പറയുമ്പോൾ എത്ര വരിക? കോമൺ ആയിട്ടുള്ളതല്ല, ഹയസ്റ്റ് കോമൺ ഫാക്ടറാണ്. അപ്പോൾ ഇവിടെ ഏതാ വരിക? കോമൺ ആയിട്ടുള്ളത് 13 ആണ്. അപ്പോൾ HCF എന്ന് പറയുന്നത് 13 ആണ്. LCM എന്ന് പറയുന്നത് എന്താണ്? LCM എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാതും എഴുതണം അല്ലേ? കോമൺ ആയിട്ടുള്ളത് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പോൾ 2 × 7 × 13 1 ടൈം എഴുതിയാൽ മതി. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? 182. അപ്പോൾ HCFഉം LCMഉം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്കിത് പ്രൂവും കൂടി ചെയ്ത് കൊടുക്കണം. LCM മൾട്ടിപ്ലൈഡ് വിത്ത് HCF എന്ന് പറയുമ്പോൾ എത്ര വരിക? LCM മൾട്ടിപ്ലൈഡ് വിത്ത് HCF. LCM 182 ആണ്, HCF 13 ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 2366 കിട്ടും. ഇനി അതെന്ത് വേണം? പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സും കൂടി നമുക്ക് ചെക്ക് ചെയ്യണം അല്ലേ? അതും ഇത് തന്നെയാണോ കിട്ടണമെന്ന് നോക്കണം. പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്, പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ്. ഏതൊക്കെയാണ് നമ്പറുകളായിരുന്നത്? ഒന്ന് 26ഉം ഒന്ന് 91 ആണ്. അപ്പോൾ അതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കവിടെ എന്താ കിട്ടുന്നത്? 2366. Therefore നമുക്ക് എന്ത് പറയാം? LCM മൾട്ടിപ്ലൈഡ് വിത്ത് HCF ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ടു നമ്പേഴ്സ്. രണ്ട് നമുക്കവിടെ ഈക്വൽ ആയിട്ട് കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവിടെ നമുക്ക് തന്നിരിക്കുന്ന നമ്പറുകൾ 510 അതാണ് ഒരു നമ്പർ. അടുത്ത നമ്പർ എന്ന് പറയുന്നത് 92. അപ്പോൾ 510ന് നമുക്ക് എങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ആയിട്ട് എഴുതാം? അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് 2 × 3 എങ്ങനെ എഴുതാൻ അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കതിനെ ട്രീ മെത്തേഡിൽ ചെയ്ത് നോക്കാം. 510 എന്ന് പറയുമ്പം 2 പോവില്ലേ? ഈവൺ നമ്പറാണ്. 2 × എത്ര വരും? 255. ഇത് 2ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. 255ൽ നമുക്ക് 3 പോകും. ഞാൻ പറഞ്ഞു 3 പോകണത് എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുക? 2 + 5 7, 7 + 5 12. എല്ലാ ഡിജിറ്റ്സും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ 12 കിട്ടി. അത് 3ൻ്റെ ടേബിളിലുണ്ടോ എന്ന് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ 3 × എത്ര വരും? 85. ഇനി 85ൽ നമുക്ക് ആര് പോകും? 5 പോകും അല്ലേ? 5 എത്ര പ്രാവശ്യം പോകും? 17 ടൈംസ്. അപ്പോൾ നമുക്ക് 510ന് കിട്ടിയതാണ് 2 × 3 × 5 × 17. ഇനി നമുക്ക് അടുത്ത നമ്പർ ഏതാണ്? 92. 92 നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാം അല്ലേ? അറിയാത്തവർ ഇങ്ങനെ സൈഡിൽ ചെയ്യണം. 92ൽ 2 എത്ര പ്രാവശ്യം പോകും? 46 ടൈംസ് അല്ലേ? പിന്നെ 46ൽ 2 23 ടൈംസ്. 23 നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതൊരു പ്രൈം നമ്പറാണ്. അപ്പോൾ 92ന് നമുക്ക് 2 × 2 × 23, അതായത് 2 സ്ക്വയർ അല്ലേ? അത് നമുക്ക് ഒരുമിച്ച് എഴുതാം. 2 സ്ക്വയർ × 23. ഇനി നമുക്കിതിൻ്റെ HCF കാണാം അല്ലേ? HCF ഏതാ വരിക? ഇവിടെ കോമൺ ആയിട്ട് 2 ആണ്. അതിൽ ഏറ്റവും ലീസ്റ്റ് പവർ നമുക്ക് എഴുതണം. അപ്പം 2 മാത്രം മതി, 2 സ്ക്വയർ വേണ്ട. അപ്പോൾ HCF എത്ര കിട്ടിയത്? 2 ആണ്. LCM എത്ര കിട്ടി? LCM എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാതും എഴുതണം അല്ലേ? 2 സ്ക്വയർ ഉണ്ടെങ്കിൽ 2 അതിനെ നമുക്ക് എഴുതണം. 2 × 2 × 3 ഉണ്ട്, 5 ഉണ്ട്, 17 ഉണ്ട്, പിന്നെ എന്തുണ്ട്? 23 ഉണ്ട്. അപ്പോൾ എല്ലാതും നമ്മൾ എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കവിടെ 23,460 കിട്ടി. 23,460.
ഇനി നമുക്ക് എന്ത് ചെയ്യണം? HCFും പ്രൂവ് ചെയ്യണ്ടേ? LCM തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. HCF 2 ആണ്, LCM 23,460 ആണ്. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 46,920 എന്ന് കിട്ടി. ഇനി പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ്, പ്രോഡക്റ്റ് എത്രയാണെന്ന് നോക്കാം. നമ്പറുകൾ എന്തായിരുന്നു? ഒന്ന് 510ഉം അടുത്തത് 92. അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി? 46,920. Therefore നമുക്ക് എന്ത് എഴുതാം? HCF, ഈ സെയിം ഡയലോഗ് തന്നെ എഴുതാം. LCM മൾട്ടിപ്ലൈഡ് വിത്ത് HCF ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ്. ഇനി നമുക്ക് ഇതിൽ തന്നെ ഒരു മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. സെയിം ഇതേപോലെ വെരിഫൈ ചെയ്യാനുള്ളതാണ്. അതിൽ നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 336. അടുത്ത നമ്പർ എന്ന് പറയുന്നത് 54. ഈ രണ്ട് നമ്പറുകളുടെ LCMും HCFും കണ്ടുപിടിച്ച് ഇതുപോലെ വെരിഫൈ ചെയ്യണം. അപ്പോൾ 336ന് നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കിവിടെ എഴുതി നോക്കാം. 336 എന്ന് പറയുമ്പോൾ നമുക്ക് 2 പോകും അല്ലേ? എത്ര പ്രാവശ്യം? 168. വീണ്ടും 2 ടൈംസ് എത്ര പ്രാവശ്യം പോകും? 84. 84ൽ നമുക്കറിയാം 42 ടൈംസ്. 42ൽ 21 ടൈംസ്. 21ൽ പിന്നെ 3 പോവുക അല്ലേ? 7 ടൈംസ്. 7 3s are 21. അപ്പോൾ 336 നമുക്ക് എങ്ങനെ എഴുതാം? 1 2 3 4 ടൈംസ് 2 വരുന്നുണ്ട്. അപ്പോൾ 2 × 2 × 2 × 2 പിന്നെ 3 × 7, അതായത് 2⁴ × 3 × 7. ഇനി നമുക്ക് 54 നമുക്ക് എങ്ങനെ എഴുതാം? 54 എന്ന് പറയുമ്പോൾ 2 ടൈംസ് എത്ര വരും? 27 അല്ലേ? 27 എന്ന് പറയുന്നത് 3 × 9 ആണല്ലേ? 9 എന്ന് പറയുന്നത് 3 × 3. അപ്പോൾ നമുക്ക് 3 ടൈംസ് 3 വരുന്നുണ്ട്. 2 × 3 × 3 × 3, അതായത് 2 × 3³ വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ HCF നോക്കിയേ. ഇതിൽ കോമൺ ആയിട്ടുള്ളത് ഏതാണ്? കോമൺ ആയിട്ടുള്ളത് ഇവിടെ 2⁴ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 2 ഉള്ളൂ. അതേപോലെ ഇവിടെ 3³ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു 3 ഉള്ളൂ. അപ്പോൾ 2 × 3, അതായത് 6 ആണ് ഇവിടെ HCF എന്ന് പറയുന്നത്. അതുപോലെ LCM നമുക്കിവിടെ ഹയസ്റ്റ് പവർ എടുക്കണം. 2ൻ്റെ ഹയസ്റ്റ് പവർ 4 ആണ്. 3ൻ്റെ ഹയസ്റ്റ് പവർ 3³ ആണ്. പിന്നെ ആരുണ്ട്? 7 ഉണ്ട്. 2⁴ × 3³ × 7. അപ്പോൾ നമുക്ക് എത്ര വരും? 3024 വരും. എന്ത്? LCM. നമുക്ക് വെരിഫൈ ചെയ്യാം. HCF മൾട്ടിപ്ലൈഡ് വിത്ത് LCM നമുക്ക് എന്ത് കിട്ടും? 6 മൾട്ടിപ്ലൈഡ് വിത്ത് 3024. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 18,144 എന്ന് വരും. അതുപോലെ പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ്, നമ്പറുകൾ ഏതാണ്? 336ഉം അടുത്തത് 54ഉം. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ സെയിം 18,144 എന്ന് കിട്ടും. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എന്ത് എഴുതണം? Therefore HCF മൾട്ടിപ്ലൈഡ് വിത്ത് LCM ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ്. ഇത് മനസ്സിലായല്ലോ? ഇത് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ, അതായത് ഈ എക്സസൈസിലെ തേർഡ് സെക്ഷൻ. അത് നമുക്കിതുപോലെ LCMും HCFും മാത്രം കണ്ടുപിടിച്ചാൽ മതി ബൈ അപ്ലൈയിങ് ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. നമുക്ക് ആദ്യം അതിൽ തന്നിരിക്കുന്നത് വെരിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ 3 നമ്പറുകളുണ്ട്, 12, 15 ആൻഡ് 21. ഇതുവരെ നമുക്ക് 2 നമ്പറുള്ളൂ. നമുക്കറിയാം 2 നമ്പറിൽ നമ്മുടെ ഈ ഒരു തിയറി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. HCF മൾട്ടിപ്ലൈഡ് വിത്ത് LCM ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ്. 3 നമ്പർ ആണെങ്കിൽ അത് ഈക്വൽ ആവില്ല എന്നുള്ളത് നമ്മൾ ആ തിയറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇതിൽ ജസ്റ്റ് നമുക്ക് HCFും LCMും കണ്ടുപിടിച്ച് കൊടുത്താൽ മതി. 12 എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം 6 2s are 12, അല്ലെങ്കിൽ 2 6 are. 6ന് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 3. അപ്പോൾ 2 × 2 × 3 അല്ലേ? 15 എന്ന് പറയുമ്പോഴോ 3 5s are 15. അപ്പോൾ 3 × 5. ഇനി 21 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 7 3s are 21. അപ്പോൾ ഇവിടെ 3 × 7. ഇനി നമുക്കിതിലെ HCF കാണണം. HCF എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ടുള്ളത് മാത്രം. 2 ഇതിൽ മാത്രമേ ഉള്ളൂ, ഈ രണ്ടെണ്ണത്തിലില്ല. 3 മാത്രമാണ് ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ HCF എത്രയാണ്? 3. ഇനി LCMിന് നമുക്ക് എല്ലാതും എഴുതണം അല്ലേ? 2 ഇവിടെ 2 പ്രാവശ്യം വരുന്നുണ്ട്. പിന്നെ 3 ഒരെണ്ണം എഴുതിയാൽ മതി. എല്ലാത്തിനും ഒരു 3 ആണല്ലോ വരുന്നത്, അപ്പോൾ ഒരു 3 എഴുതിയാൽ മതി. പിന്നെ 5 ഉണ്ട്, പിന്നെ ആരുണ്ട്? 7 ഉണ്ട്. എല്ലാതും നമ്മൾ ഓരോ പ്രാവശ്യം എഴുതിയാൽ മതി. കോമൺ ആയിട്ടുള്ളത് ഒരു പ്രാവശ്യം. 2 × 2 × 3 × 5 × 7, അല്ലെങ്കിൽ 2² × 3 × 5 × 7. അപ്പോൾ എത്ര വരും? നമുക്ക് 420 വരും ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ.
നമുക്ക് ഇത്ര കണ്ടുപിടിച്ചാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 3 ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് തന്നിരിക്കുന്ന നമ്പറുകൾ 17, 23, അതേപോലെ തന്നെ 29. 17 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? 1 × 17, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. 23യും ഒരു പ്രൈം നമ്പറാണ്, അപ്പോൾ 1 × 23. 29ഉം വേറൊരു പ്രൈം നമ്പറാണ്, അപ്പോൾ 1 × 29. ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ HCF എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ കോമൺ ആയിട്ട് ആരാ ഉള്ളത്? 1 ആണ് അല്ലേ. LCM എന്ന് പറയുമ്പോൾ നമുക്ക് 17 × എല്ലാതും എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 17 × 23 × 29. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? 11,339. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവിടെ നമുക്ക് തന്നിരിക്കുന്ന 3 നമ്പറുകൾ 8, 9, അതേപോലെ തന്നെ 25 ആണ്. 8 നമുക്കറിയാം 2 × 4 ആണ്, അല്ലെങ്കിൽ 2 × 2 × 2 അല്ലേ. 2 ക്യൂബാണ് 8. 9 എന്ന് പറയുന്നത് എന്താണ്? 3 × 3 അല്ലേ. നമുക്ക് 2 ക്യൂബ് എന്ന് എഴുതാം, ഇത് നമുക്ക് 3 സ്ക്വയർ എന്ന് എഴുതാം. 25 എന്ന് പറയുന്നത് 5 × 5 അല്ലേ, അതായത് 5 സ്ക്വയർ. ഇവിടെ കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? HCF നമുക്ക് കോമൺ അല്ലേ. ഇവിടെ 2, ഇവിടെ 3യും ഇവിടെ 5ആണ്. കോമൺ ആയിട്ട് ആരും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 1 അല്ലേ. 1 ആണ് ഇവിടെ HCF വരുന്നത്. ഇനി LCM എന്ന് പറയുമ്പോഴോ എല്ലാം നമ്മൾ എഴുതണം അല്ലേ. 2 ക്യൂബ് × 3 സ്ക്വയർ × 5 സ്ക്വയർ. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും? അതായത് 8 × 9 × 25. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും? 1800 കിട്ടും. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ LCM, ഈ 3 നമ്പറുകളുടെ LCM എന്ന് പറയുന്നത്. അപ്പോൾ HCFും LCFും കാണാൻ നമ്മൾ പഠിച്ചുല്ലോ. അപ്പോൾ വലിയ നമ്പറൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഫാക്ടറൈസ് ചെയ്തിട്ട് ഇവിടെ എഴുതിയാൽ മതി, അല്ലാതെ ഒറ്റയടിക്ക് നമുക്ക് എഴുതാൻ പറ്റില്ല. പിന്നെ LCM × HCF മൾട്ടിപ്ലൈ ചെയ്താൽ 2 നമ്പറുകളുടെ ആണെങ്കിൽ 3 നമ്പറാണെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പ്രോഡക്റ്റ് ആണെന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്തു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്